ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. മാർവൽ ഫാൻ അല്ല നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള സിനിമകൾ, സൂപ്പർ ഹീറോ സിനിമകളൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതിന് ഭയങ്കര ഒരു ഹൈപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതിലെ ഇപ്പോൾ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ഡെഡ്പൂൾ, വുൾവറിൻ, അതുപോലെ തന്നെ TVA എന്താണ്, വോയിഡ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ടൈം എന്ന് പറയുന്ന പ്ലേസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സിമ്പിളായിട്ടുള്ള ഐഡിയ തരുന്നതിനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കഥാപാത്രങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കാദ്യം തന്നെ ഡെഡ്പൂളിൽ നിന്ന് തുടങ്ങാം. വെയ്ഡ് വിൽസൺ എന്നാണ് ഡെഡ്പൂളിൻ്റെ യഥാർത്ഥ പേര്. പുള്ളിക്കാരനൊരു വാടക ഗുണ്ടയാണ്. കോമിക് പ്രകാരം വെയ്ഡ് വിൽസൺ ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് ലൈഫിൽ പല സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പുള്ളിക്കൊരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയ്ഡിന് നല്ല കോമ്പാറ്റ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് മിലിറ്ററിയും പറ്റുന്നില്ല. അവിടെ നിന്ന് വെയ്ഡ് നോർമൽ ലൈഫിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു മേഴ്സണറി ആവുക, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ വാടക ഗുണ്ട, ആ ഒരു സെറ്റപ്പ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കൊച്ചു ഗുണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബാറിൽ വെച്ച് വനേസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അങ്ങനെ വനേസയുമായിട്ട് പ്രണയത്തിലാവുന്നു. വെയ്ഡും വനേസയും നല്ല ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് വെയ്ഡ് തിരിച്ചറിയുന്നത് വെയ്ഡിന് ക്യാൻസർ ആണെന്ന്. അപ്പോൾ ക്യൂർ ചെയ്യാൻ സാധിക്കാത്ത, മരണം ഏത് സമയം മുന്നിലേക്ക് വരാവുന്ന ഒരു ക്യാൻസറുമായിട്ടാണ് വെയ്ഡ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനേസയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വെയ്ഡ് വനേസയെ വിട്ട് ഇറങ്ങുന്നു. ആ യാത്രക്കിടയിൽ വെയ്ഡ് അറിയുന്നു ഒരു എക്സ്പെരിമെൻ്റൽ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. വെയ്ഡിനോട് അത് പറയുന്ന ആൾ അവതരിപ്പിക്കുന്നത് അതൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണെന്നാണ്. അതായത് ക്യാൻസർ മാറ്റിത്തരാനായിട്ട് വെയ്ഡിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഏതൊരാളെയും പോലെ തന്നെ വെയ്ഡിനും ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നു. അങ്ങനെ വെയ്ഡ് നേരെ ആ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണത്. അത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമല്ല, ഒരു നോർമൽ ഹ്യൂമനെ മാക്സിമം ടോർച്ചറിലൂടെ കടത്തിക്കൊണ്ട് പോവുകയും അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഒരു മ്യൂട്ടൻ്റ് എലമെൻറ്റ് പുറത്തേക്ക് കൊണ്ടുവരുത്തുക എന്നുള്ളതുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്ഡിനെയും അവർ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. പക്ഷേ ആ എക്സ്പെരിമെൻറ്റ് വളരെ ഹാർഡാണ്. അതുകൊണ്ട് തന്നെ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വെയ്ഡിന് പുള്ളിയുടെ സ്കിന്നെല്ലാം ഡിഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം വെയ്ഡിൻ്റെ ഉള്ളിലുള്ള മ്യൂട്ടൻ്റ് എബിലിറ്റി, ഒരു ഹീലിംഗ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒരു സെൽഫ് ഹീലിംഗ് കേപ്പബിലിറ്റി, വളരെ ഫാസ്റ്റായിട്ട് സെൽഫ് ഹീലിംഗ് കേപ്പബിലിറ്റി വെയ്ഡിനുണ്ടാകുന്നു. കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി ഇട്ടാൽ പോലും വെയ്ഡ് തിരിച്ച് ആ ഒരു പഴയ ഒരു ഫുൾ ഫിഗറിലേക്ക് എത്താനായിട്ട് പുള്ളിക്ക് സാധിക്കും. പക്ഷേ ആ ഒരു പ്രോസസ്സിൽ ആ ഫെസിലിറ്റി മുഴുവനായിട്ട് വെയ്ഡ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്രാൻസിസിനെ കൊല്ലാൻ പറ്റുന്നില്ല. ഫ്രാൻസിസ് വെയ്ഡിനെ കൊല്ലാനായിട്ട് അവിടെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹീലിംഗ് കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വെയ്ഡ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് വെയ്ഡ് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം തൻ്റെ ഈ ഒരു ഫേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വനേസയെ പോയി കാണാൻ പുള്ളിക്ക് മടി വരുന്നു. ഏതായാലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കൂടെയുള്ള നിമിഷങ്ങളിലാണ് അവർ ഡെഡ്പൂൾ എന്ന് പറയുന്ന ഒരു പേര് ഇടുന്നതിനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഡെഡ്പൂൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്യൂട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു. പിന്നെ പുള്ളിക്ക് നല്ല സൂപ്പർബ് ഫൈറ്റിംഗ് സ്കില്ല് മാത്രമല്ല, കയ്യിലുള്ള കട്ടാന ഉപയോഗിച്ചുകൊണ്ടുള്ള ഫൈറ്റും കാര്യങ്ങളും പുള്ളി ഭയങ്കര സ്കിൽഡാണ്. അങ്ങനെ ഫ്രാൻസിസിനെ തപ്പി ഇറങ്ങുന്നതാണ് പിന്നീട് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. സിനിമ അവസാനിക്കുമ്പോഴത്തേക്ക് ഫ്രാൻസിസിനെ പുള്ളിക്കാരൻ തട്ടുന്നു. ആ ഒരു പ്രോസസ്സിൽ തന്നെ വനേസയെ കാണുന്നു. അങ്ങനെ വീണ്ടും അവർ ഒന്നിച്ചൊരു ഹാപ്പി ലൈഫിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിനിടയിൽ, ഈ ഒരു ജേണിക്കിടയിൽ തന്നെ ഡെഡ്പൂളിന് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ആ സിനിമയുടെ തന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കഥ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. വനേസ കൊല്ലപ്പെടുന്നുണ്ട്. അത് ഡെഡ്പൂളിനെ വളരെയധികം തകർത്ത് കളയുന്നു. അപ്പോൾ പുള്ളി സ്വയം എക്സ്പ്ലോഡ് ചെയ്യുകയും മരണത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിൽ വനേസയെ കാണുന്നുണ്ട്. പക്ഷേ ലൈഫിൽ എന്തൊക്കെയോ ഇനിയും ചെയ്തു തീർക്കാനുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഡെഡ്പൂൾ എത്തുകയാണ് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു ടൈമിലാണ് ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള കേബിൾ വരുന്നത്. കേബിളിന് ടൈം ട്രാവൽ ചെയ്യാൻ കഴിവുള്ള ഒരു ആളാണ്. കാരണം അതിനുള്ള ഒരു ഡിവൈസ് പുള്ളിയുടെ കയ്യിലുണ്ട്. അയാൾ ഇവിടെ വന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ്മെനിലെ ഒരു ക്യാരക്ടർ, ഒരു കുട്ടി, ആ കുട്ടിയെ കൊല്ലുക എന്നുള്ളതാണ്. കാരണം ആ കുട്ടിക്ക് ഈ ഒരു പവർ ഉണ്ടെങ്കിലും ആ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടി നടത്തുന്ന ഒരു പ്രോസസ്സിൽ ആ കേബിളിൻ്റെ മകള് മരിച്ചു പോകുന്നുണ്ട്. ഈ ഒരു കുട്ടി ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ കുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേബിൾ വരുന്നത്. ഡെഡ്പൂൾ ഇതിനിടയിൽ ഒരു എക്സ്ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം കേബിളിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു യാത്രക്കിടയിൽ പതുക്കെ ഡെഡ്പൂൾ തിരിച്ചറിയുന്നുണ്ട് കേബിൾ അത്രയും ദുഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല, അയാളുടെ വിഷമം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ആ മ്യൂട്ടൻ കൊച്ചിനെ കൊല്ലാനായിട്ട് ഡെഡ്പൂളിന് മനസ്സും വരുന്നില്ല. അപ്പം ഏതായാലും ഇതിനു വേണ്ടിയിട്ട് ഡെഡ്പൂൾ ഒരു ഹീറോ ആയി മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആ ഒരു മ്യൂട്ടൻ കൊച്ചിനെ രക്ഷിച്ചുകൊണ്ട് സെൽഫ് സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഡെഡ്പൂൾ ശ്രമിക്കുന്നു. പക്ഷേ കേബിൾ തൻ്റെ ടൈം ട്രാവൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഡെഡ്പൂളിനെ രക്ഷിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻഡ് ഓഫ് ദി ഡേ പുള്ളിക്കാരൻ ഒരു നല്ല മനുഷ്യനാണ്. അയാളൊരു എക്സാക്ട്ലി ഒരു സൂപ്പർ വില്ലൻ, ആ ഒരു ക്യാരക്ടർ ടൈപ്പ് അല്ല. അതിനുശേഷം കേബിൾ അവിടെ നിന്ന് പോകുന്നു. ബട്ട് കേബിളിൻ്റെ ഈ ഒരു ടൈം ട്രാവൽ ഡിവൈസ്
ഡെഡ്പൂളിൻ്റെ കയ്യിലെത്തുകയാണ്. അത് ടീനേജ് നെഗസോണിക് വാർഹെഡ് എന്ന് പറയുന്ന മ്യൂട്ടൻ്റ് അത് ശരിയാക്കി കൊടുക്കുന്നു. അപ്പോൾ അതിനെ കുറച്ച് റിപ്പയറൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഡെഡ്പൂൾ പല ടൈം ലൈനിലേക്ക് കടന്നു ചെല്ലുകയും ഒരുപാട് കാര്യങ്ങളെ തിരുത്തുകയും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ വനേസയും രക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒരു എൻ ക്രെഡിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വോൾവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വോൾവറിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് ജെയിംസ് ഹൗലറ്റ് എന്നാണ്. പുള്ളി എക്സാക്ട്ലി ഒരു ഹീറോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡെഡ്പൂളിനെ പോലെ തന്നെ ഒരു മേഴ്സണറി, ഒരു കില്ലറാണ്. അയാൾ ഒരു ഹീറോ ആവാൻ പറ്റിയൊരു ക്യാരക്ടറൊന്നുമല്ല. എക്സ്മെൻ ഗാങ്ങിലോ എവിടെയും ഒന്നിച്ച് മറ്റുള്ളവരായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് വൂൾവറിൻ. വൂൾവറിൻ്റെ ഹിസ്റ്ററി നമുക്ക് സിനിമകളെ ബേസ് ചെയ്തിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. കാരണം ഒരുപാട് സിനിമകളുണ്ട്, എക്സ്മെൻ സിനിമകളുണ്ട്. ഇതിലെല്ലാത്തിലും നമ്മൾ വൂൾവറിനെ കാണുന്നുണ്ട്. വൂൾവറിൻ ടൈം ട്രാവൽ ചെയ്തിട്ടും അല്ലാതെയും ഒക്കെ. അതുമാത്രമല്ല, വൂൾവറിൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഹീലിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. അതുകൂടാതെ ഏജ് ആവുന്നത് വളരെ 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 പതുക്കെയാണ്. അപ്പോൾ ഒരു ഏജിങ് ഫാക്ടർ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഏതായാലും കോമിക്കിലും അതുപോലെ തന്നെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പുള്ളിയുടെ കഥ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. വൂൾവറിൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഹീലിംഗ് കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ കയ്യിൽ നിന്ന് ഇപ്പം നമ്മൾ കണ്ടത് ഒരു മെറ്റൽ പുറത്തേക്ക് വരുന്നതായിട്ടാണ്. ആക്ച്വലി അത് വൂൾവറിൻ്റെ ബോൺസ് ആയിരുന്നു. വൂൾവറിന് കയ്യിൽ നിന്നും ഇത്തരത്തിൽ എല്ലുകൾ പുറത്തേക്ക് വരുത്താൻ പറ്റുകയും അതുപോലെ തന്നെ ഭയങ്കര അഗ്രസീവ് ആവുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ആക്സിഡൻ്റലി തൻ്റെ അച്ഛനെ വൂൾവറിൻ കൊല്ലുന്നുണ്ട്. അച്ഛനെന്ന് പറയുമ്പോൾ പുള്ളിക്ക് അപ്പം അറിയില്ലായിരുന്നു അത് ബയോളജിക്കൽ ഫാദർ ആണെന്നുള്ളൊരു കാര്യം. ആ ഒരു ഇൻസിഡൻറ്റ് വൂൾവറിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. വൂൾവറിൻ വീട് വിട്ട് ഇറങ്ങി ഓടുന്നു. അതിനുശേഷം ഒരു സീക്രട്ട് ലൈഫാണ് വൂൾവറിൻ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോഗൻ എന്ന പേരിലാണ് പിന്നീട് വൂൾവറിൻ മുന്നോട്ടേക്ക് ലൈഫ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത്രയും അധികം ലൈഫിൽ ജീവിച്ചതുകൊണ്ടായിരിക്കാം ലോഗന് ഇഷ്ടംപോലെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ തന്നെ. കെയിൽ എന്ന് പറയുന്ന ഒരു ഗേൾ ഫ്രണ്ട് ആ ഒരു ടൈം പീരീഡിൽ ലോഗനുണ്ട്. പക്ഷേ ലോഗനെ അന്വേഷിച്ചുകൊണ്ട് സേബർ ടൂത്ത് എന്ന് പറയുന്ന വില്ലൻ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അത് സിനിമയനുസരിച്ചിട്ട് ലോഗൻ്റെ ഹാഫ് ബ്രദറാണ്. പക്ഷേ ലോഗൻ ഇതിനിടയിൽ ഡെഡ്പൂൾ ചേർന്നതുപോലെ തന്നെ ഒരു വെപ്പൺ എക്സ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നു. ആക്ച്വലി ജോയിൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം ലോഗനെ അവർ ക്യാപ്ചർ ചെയ്തുകൊണ്ട് വന്നിട്ടാണ് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി ലോഗൻ്റെ ബോൺസിലെല്ലാം അഡമാൻഡിയം എന്ന് പറയുന്ന ഒരു ഇൻഡിസ്ട്രക്റ്റബിൾ ഒരു എലമെൻറ്റിൻ്റെ കോട്ടിങ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ലോഗൻ്റെ ബോൺസ് എല്ലാം തന്നെ ഒരു മെറ്റൽ ടൈപ്പായി മാറുന്നു. അതും എന്താ പറയുക, പൊട്ടിച്ച് കളയാൻ പറ്റാത്തത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവം. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ലോഗൻ ബോൺസ് പുറത്തേക്ക് വരുത്തുന്നത് പോലെ കയ്യിൽ നിന്നും പിന്നീട് മെറ്റൽ പുറത്തേക്ക് വരുത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു വെപ്പൺ പുറത്തേക്ക് വരുത്തുന്നത്. അത് ലോഗനെ കൂടുതൽ ശക്തനാക്കി മാറ്റുന്നു. ആ ഫെസിലിറ്റിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് ലോഗൻ പിന്നീട് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷേ ഇവഞ്ച്വലി ലോഗനെ ഹണ്ട് ചെയ്യുന്നതിനായിട്ട് വില്ലന്മാർ ശ്രമിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ലോഗൻ വില്ലന്മാരെയും തിരിച്ച് ഹണ്ട് ചെയ്യുന്നു. ഏതായാലും ലോഗൻ്റെ ഗേൾ ഫ്രണ്ട് ആ സിനിമയിൽ മരിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് മറ്റ് പഴയ എക്സ്മെൻ സിനിമകളായിട്ട് കണക്ട് ചെയ്യാം. അതൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചാൾസ് സേവിയർ എന്ന് പറയുന്ന മ്യൂട്ടൻസിൻ്റെ ഒക്കെ ഒരു ഗുരുനാഥൻ പുള്ളിക്കാരൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. മറ്റ് എക്സ്മെനുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നതിനായിട്ട് ലോഗൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ജീൻ ഗ്രേ എന്നൊക്കെ പറയുന്ന പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ലോഗൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. വീണ്ടും ഇനി മുന്നോട്ടേക്ക് വരുമ്പോൾ ലോഗൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും കഥ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. 2029 നടക്കുന്ന കഥ, അതായത് ഒരു ഫ്യൂച്ചറിൽ നടക്കുന്ന കഥയായിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഓൾഡ് മാൻ ലോഗൻ എന്ന് പറയുന്ന കോമിക്കുമായിട്ട് വളരെയധികം കണക്ട് ചെയ്തിട്ടാണ് ആ സിനിമ വന്നിട്ടുള്ളത്. അതുപ്രകാരം ഒരുപാട് മ്യൂട്ടൻസ് ഇപ്പോൾ ഭൂമിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഹണ്ട് ചെയ്യുന്നതിനായിട്ടൊരു ടീം തന്നെ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നുണ്ട്. മ്യൂട്ടൻസിനെയൊക്കെ പതുക്കെ ആൾക്കാർ തന്നെ മറന്നു തുടങ്ങി. അങ്ങനത്തെ ഒരു വേൾഡിൽ വളരെ രഹസ്യമായിട്ട് ചാൾസ് സേവിയറിനുമായിട്ട് കഴിയുകയാണ് നമ്മുടെ ലോഗൻ. അപ്പോൾ ലോഗൻ ഒരു ടാക്സി ഡ്രൈവറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിവേ ഇവഞ്ച്വലി ലൈഫിൽ ചില ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവുന്നു. അവിടെ വെച്ചാണ് ലോഗൻ ലോറ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത്. ലോറ ലോഗനുമായിട്ട് വളരെ സിമിലർ ആണ്. കാരണം ലോഗൻ്റെ DNA ഒക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വെപ്പൺ തന്നെയാണ് ലോറ. ലോഗനെ പോലെ തന്നെ മെറ്റൽ ക്ലോസ് ഒക്കെ പുറത്തേക്ക് വരുത്താൻ പറ്റും. അതുപോലെ ഫൈറ്റ് ചെയ്യാനുള്ള സ്കില്ലും എല്ലാം ഉണ്ട്. ചാൾസ് സേവിയർ പറയുന്നത് ലോഗൻ്റെ മകളാണ് ലോറ എന്നുള്ള രീതിയിലാണ്. ലോറയും മറ്റ് ചില മ്യൂട്ടൻ കുട്ടികളെയും എല്ലാം തന്നെ കാനഡ അമേരിക്കൻ ബോർഡറിലുള്ള ഒരു സേഫ് പ്ലേസിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ലോഗൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെയും വില്ലന്മാർ അന്വേഷിച്ച് വരികയാണ് ചെയ്യുന്നത്. ലോഗനും കുട്ടികളും ഫൈറ്റ് ചെയ്തുകൊണ്ട് വില്ലന്മാരെ എല്ലാം തീർക്കുന്നു. പക്ഷേ X-23 എന്ന് പറയുന്ന ലോഗൻ്റെ തന്നെ മറ്റൊരു യങ്കർ വേർഷൻ അവിടെ ഫൈറ്റിന് വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. കാരണം ലോഗൻ ഏജായി. അപ്പോൾ ഏജ് ആയതുകൊണ്ട് തന്നെ ഹീലിംഗ് ഫാക്ടറൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ ലോഗന് ക്രിട്ടിക്കലായിട്ട് ഇഞ്ചുറി പറ്റുന്നു. ആ ഒരു ടൈമിൽ ലോഗനും അറിയാം, ലോറയ്ക്കും അറിയാം ഇനി ലോഗന് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ മരണപ്പെടേണ്ട ഒരു അവസ്ഥയിലായി എന്നുള്ളത്. അപ്പോൾ ലോഗൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, കുട്ടികൾക്ക് വേണ്ടി തൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നു. അടുത്തതായി നമുക്ക് TVA എന്താണെന്ന് നോക്കാം. ടൈം വേരിയൻറ്റ് അതോറിറ്റി. ടൈം ട്രാവൽ സംഭവങ്ങളൊക്കെ നമ്മൾ അവഞ്ചർ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രകാരം നമ്മുടെ ടൈം ഇങ്ങനെ ഫ്ലോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ ഒരുപാട് ടൈം ലൈൻസും ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ടൈം ലൈൻസ് ഇങ്ങനെ സ്പ്രെഡായി പോകാനും അതുപോലെ തന്നെ ഇതെല്ലാം പരസ്പരം കൊളൈഡ് ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മൾട്ടി വേഴ്സൽ വാർ തന്നെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ടൈമിൻ്റെ ആ ഒരു ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് TVA. ടൈം കീപ്പേഴ്സാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ലോക്കി സീരീസിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് ചെറിയ ട്വിസ്റ്റൊക്കെ ഉണ്ട്. TVയിൽ കുറേ ഏജൻസ് ഉണ്ട്, TVA ഏജൻസ്, നമ്മുടെ പോലീസുകാരെയൊക്കെ പോലെ തന്നെ. അപ്പോൾ അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കി നടത്തുന്നത്. കാലാൾപ്പട എന്ന് വേണമെങ്കിൽ പറയാം. ബ്രാഞ്ചിങ് ആയിട്ട് ടൈം ലൈൻ ക്രിയേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഒരു ടൈം ലൈൻ ഇങ്ങനെ പോകുമ്പോൾ അതിന് ബ്രാഞ്ചസ് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് ഇവരുടെ ഒരു മെയിൻ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഈ ഏജൻസ് അവിടെ ചെന്നതിന് ശേഷം ആ ഒരു ബ്രാഞ്ചിനെ അവർ ഇല്ലാതാക്കി കളയും. അതുമാത്രമല്ല, ആ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായ കഥാപാത്രത്തെയും അവർ ഇല്ലാതാക്കി കളയും. ലോക്കി എന്ന് പറയുന്ന സീരീസിൽ ഇതിനെക്കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അവർ പ്രൂണിങ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ആ കഥാപാത്രങ്ങളും ടൈം ലൈനും എല്ലാം ചെന്നെത്തുന്നത് വോയിഡിലേക്കാണ്, അല്ലെങ്കിൽ എൻഡ് ഓഫ് ടൈമിലേക്കാണ്. വോയിഡിലാണെങ്കിൽ അലയത്ത് എന്ന് പറയുന്ന ഒരു ഭീകരജീവിയുണ്ട്. ഭീകരജീവി എന്ന് പറയുമ്പോൾ ഒരു സ്മോക്ക്, പുകയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ സാധനമാണ് അവിടേക്ക് വന്ന് വീഴുന്ന ആൾക്കാരെയും വസ്തുക്കളെയും ആ ഒരു ടൈം ലൈനിൽ ഉണ്ടാവാൻ പാടില്ലാതിരുന്ന ഐറ്റംസിനെല്ലാം കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നത്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്ന സിനിമയിൽ ഈ വോയിഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു മിക്ക ആ ഒരു കഥയുടെ മിക്ക സംഭവങ്ങളും നടക്കാൻ പോകുന്നത് ആ ഒരു വോയിഡിലാണ്. ഇനി കസാൻഡ്ര നോവ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കുറിച്ച് കൂടി ബ്രീഫായിട്ട് പറയാം. കസാൻഡ്ര നോവ എന്ന് പറയുന്നത് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ സിനിമയിലെ വില്ലൻ ക്യാരക്ടറാണ്. ചാൾസ് സേവിയർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഗുരുനാഥൻ ഫിഗർ മ്യൂട്ടൻറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഈവൽ ട്വിൻ സിസ്റ്ററാണ് കസാൻഡ്ര നോവ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാൾസ് സേവിയറിൻ്റെ അതേ ഒരു പവേഴ്സും കാര്യങ്ങളൊക്കെ കസാൻഡ്ര നോവയ്ക്കും ഉണ്ട്. കോമിക് അനുസരിച്ച് കസാൻഡ്ര നോവയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റു മ്യൂട്ടൻസിനെയൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ കസാൻഡ്ര നോവ എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം മറ്റ് സിനിമകളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എനിവേ കോമിക്കിൽ നിന്ന് കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് എന്നാലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മ്യൂട്ടൻസിനെയും അതുപോലെ തന്നെ സൂപ്പർ ഹീറോസിനെയും ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഞാനീ പറഞ്ഞത്. ഇത്രയും ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി സിനിമ കാണുമ്പോൾ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയേക്കും. പുതിയ ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.